ഹലോ വെൽക്കം ടു ചാറ്റേഴ്സ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പാരിറ്റി ചെക്ക് എന്നുള്ള മെത്തേഡ് വെച്ചുകൊണ്ട് എങ്ങനെയാണ് എറർ ഡിറ്റക്ട് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചിട്ടാണ്. നമുക്കറിയാം എറർ ഡിറ്റക്ഷനിൽ യൂസ് ചെയ്യുന്ന പല മെത്തേഡ്സ് ഉണ്ട്. ഏതൊരു മെത്തേഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിലും അവിടെ മെയിൻ ലോജിക് എന്ന് പറയുന്നത് സെൻഡ് ചെയ്യുന്ന ഡാറ്റ ഫ്രെയിം അതിനോട് കൂടിയിട്ട് എക്സ്ട്രാ ബിറ്റ്സ് ആഡ് ചെയ്യുന്നുണ്ടായിരിക്കും. എന്നിട്ടാണ് അവിടെ എറർ നടക്കുന്നുണ്ടോ ഇല്ലെന്നുള്ളത് കണ്ടുപിടിക്കുന്നത്. സെയിം ലോജിക്ക് തന്നെയാണ് ഇവിടെ പാരിറ്റി ചെക്കിൽ നടക്കുന്നത്. അപ്പോൾ ഈ പാരിറ്റി ചെക്ക് തന്നെ രണ്ട് രീതിയിൽ നടക്കുന്നുണ്ട്. സിംഗിൾ പാരിറ്റി ചെക്കും നടക്കുന്നുണ്ട്, 2 ഡയമെൻഷണൽ പാരിറ്റി ചെക്കും നടക്കുന്നുണ്ട്. ഇത് രണ്ടും തമ്മിൽ ചെറിയ ഡിഫറൻസേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ 1's കോംപ്ലിമെൻറ്റും 2's കോംപ്ലിമെൻറ്റും കാണുന്നില്ലേ, എത്ര കണ്ട് ഡിഫറൻസ് ഉണ്ടോ അത് തമ്മിൽ വരുന്ന ഓൾമോസ്റ്റ് സെയിം ഡിഫറൻസ് ഇത് രണ്ടും തമ്മിൽ വരുന്നുള്ളൂ. സോ ഫസ്റ്റ് നമുക്ക് എന്താണ് സിംഗിൾ പാരിറ്റി ചെക്ക് എന്നുള്ളതിന് നോക്കാം. One extra bit called as parity bit is sent along with the original data bit. അപ്പോൾ ഒറിജിനൽ ഡാറ്റ ബിറ്റിനോട് കൂടി ഒരു അഡീഷണലി ഒരു ബിറ്റും കൂടി ആഡ് ചെയ്യാണ്. ഈ എക്സ്ട്രാ റിഡൻഡൻറ്റ് ബിറ്റിനെ പറയുന്ന പേരാണ് എന്ത്, പാരിറ്റി ബിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയായിരിക്കും ഡാറ്റ സെൻഡ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഇനി അങ്ങനെ ഒരു ഡാറ്റ സെൻഡ് ചെയ്യുന്ന സമയത്ത് സെൻഡറിൻ്റെ സൈഡിലാണ് കൂടുതൽ പ്രോസസ്സ് നടക്കുന്നത്. അപ്പോൾ സെൻഡർ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്ത് കണ്ടീഷൻ വെച്ചുകൊണ്ടാണ് ഈ ഒരു 1നെ ആഡ് ചെയ്യണോ അല്ലെങ്കിൽ 0യെ ആഡ് ചെയ്യണോ എന്നുള്ളത് ഡിസൈഡ് എന്നുള്ളത് നോക്കാം. സോ ഇവിടുത്തെ മെയിൻ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. പാരിറ്റി ബിറ്റും ഡാറ്റ ഫ്രെയിമും കൂടി അപ്പൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നമ്പർ ഓഫ് വൺസ് എന്നുള്ളത് ഈവൺ ആയിരിക്കണം എന്നുള്ള ഒരൊറ്റ കണ്ടീഷൻ വെച്ചുകൊണ്ടായിരിക്കും സെൻഡർ ആ ഒരു പ്രോസസ്സ് നടത്തി എടുക്കുന്നുണ്ടാവുക. സോ ഫസ്റ്റ് എന്താ ചെയ്യുന്നത്, സെൻഡറിൻ്റെ സൈഡിൽ കൗണ്ട് നമ്പർ ഓഫ് വൺസ് ഇൻ ദി ഡാറ്റ യൂണിറ്റ്. നമ്മുടെ കയ്യിൽ വന്നിരിക്കുന്ന ആ ഒരു ഡാറ്റ യൂണിറ്റിൽ എത്ര കണ്ട് നമ്പർ ഓഫ് വൺസ് ഉണ്ടോ എന്നുള്ളത് നോക്കും. സപ്പോസ് എക്സാമ്പിളിൽ 1011 ഇതാണ് നമ്മളുടെ ഡാറ്റ യൂണിറ്റ്. അപ്പോൾ സെൻഡർ ഫസ്റ്റ് ചെക്ക് ചെയ്യുന്നത് നമ്പർ ഓഫ് വൺസ് ആണ് ചെക്ക് ചെയ്യുന്നത്. ഇനി നമ്മളുടെ നെക്സ്റ്റ് പ്രോസസ്സ് എന്താണ്, ഒരു പാരിറ്റി ബിറ്റ് ആഡ് ചെയ്യുക. പാരിറ്റി ബിറ്റ് ആഡ് ചെയ്യുന്ന സമയത്ത് ചെക്ക് ചെയ്യേണ്ടത് ഇവിടുത്തെ നമ്പർ ഓഫ് വൺസ് ആണ്. അപ്പോൾ നമ്പർ ഓഫ് വൺസ് നമ്മൾ പാരിറ്റി ബിറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇവൺ ആക്കുക എന്നുള്ളതാണ് ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇപ്പം നമ്മുടെ കയ്യിൽ 0 ഉണ്ട് 1 ഉണ്ട്, ഇതാണ് പാരിറ്റി ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റുന്ന രണ്ട് നമ്പേഴ്സ്. അപ്പോൾ ഇതിൽ ഏത് ആഡ് ചെയ്യാൻ പറ്റും നമുക്ക് ഇതിൻ്റെ കൂടെ, ഇതിനെ ഇവൺ ആക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഓഡ് നമ്പർ ഓഫ് വൺസ് ആണുള്ളത് അല്ലേ. അപ്പോൾ അതിനോട് കൂടി നമുക്ക് 1 ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താക്കാൻ പറ്റും, ഈവൺ നമ്പർ ഓഫ് വൺസ് ആക്കി. അപ്പോൾ നമ്മുടെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. എന്നിട്ട് ഈ ഒരു ഡാറ്റ ഫ്രെയിമിനെ സെൻറ്ററിലോട്ട് സെൻഡ് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ സപ്പോസ് നമ്മുടെ കയ്യിലിരിക്കുന്ന നമ്പർ എന്ന് പറയുന്നത് ഈവൺ നമ്പർ ഓഫ് വൺസ് ആണെന്ന് വിചാരിക്കാം. സപ്പോസ് ഒന്ന് എങ്ങനെ വരാം, എങ്ങനെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിലും നമ്പർ ഓഫ് വൺസ് തന്നിരിക്കുന്ന ഡാറ്റ യൂണിറ്റിൽ നമ്പർ ഓഫ് വൺസ് ഈവൺ തന്നെയാണ് വന്നിരിക്കുന്നത്. ഇനി ഇതിനോട് കൂടി നമുക്ക് പാരിറ്റി ബിറ്റും കൂടി ആഡ് ചെയ്യണം, അത് ഒഴിവാക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ പാരിറ്റി ബിറ്റ് ആഡ് ചെയ്യുമ്പോൾ ഒരിക്കലും അത് ഓഡായിട്ട് മാറാൻ പാടില്ല, ഈവൺ ആയിട്ട് നിൽക്കുക വേണം. ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ആരെ ആഡ് ചെയ്താൽ മതി, 0 ആഡ് ചെയ്താൽ മതി. അപ്പോൾ ഇവിടുത്തെ കേസിലും നമുക്ക് നമ്പർ ഓഫ് വൺസ് എന്നുള്ളത് ഈവൺ ആക്കി മാറ്റി. ഓക്കെ, ഈ ഒരു കണ്ടീഷൻ വെച്ചിട്ടാണ് ഡാറ്റ ഫ്രെയിംസിനെ സെൻഡ് ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പോൾ ഇവിടുത്തെ സെക്കൻഡ് പോയിന്റിലേക്ക് എന്താ പറയുക, ഇഫ് നമ്പർ ഓഫ് വൺസ് ബിറ്റ് ഈസ് ഓഡ് ദെൻ പാരിറ്റി ബിറ്റ് 1 ഈസ് അപ്പൻഡ്. 1 അപ്പൻഡ് ചെയ്യും. ഇഫ് നമ്പർ ഓഫ് വൺസ് ബിറ്റ് ഈസ് ഈവൺ ദെൻ പാരിറ്റി ബിറ്റ് 0 ഈസ് അപ്പൻഡ്. ആ ഒരു പ്രോസസ്സ് എല്ലാം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെൻഡർ അതൊരു ട്രാൻസ്മിഷൻ മീഡിയ സെൻഡ് ചെയ്യുന്നു. റിസീവറിൽ എത്തിക്കഴിഞ്ഞാൽ റിസീവറിന് അറിയാം നമ്മൾ യൂസ് ചെയ്യുന്ന എറർ ഡിറ്റക്ഷൻ മെക്കാനിസം എന്ന് പറയുന്നത് സിംഗിൾ പാരിറ്റി ചെക്കാണ്. അപ്പോൾ ആ ഒരു മെത്തേഡ് വെച്ചുകൊണ്ട് റിസീവർ ചെക്ക് ചെയ്യേണ്ടത് വന്നിരിക്കുന്ന ഡാറ്റ ഫ്രെയിമിൽ നമ്പർ ഓഫ് വൺസ് ഈവൺ ആണോ എന്നുള്ളതാണ്. സപ്പോസ് ആ വന്നിരിക്കുന്ന ഡാറ്റ യൂണിറ്റ് എന്ന് പറയുന്നത് ഈവൺ നമ്പർ ഓഫ് വൺസ് ആണെന്നുണ്ടെങ്കിൽ അത് എന്തായിട്ട് കൺസിഡർ ചെയ്യും, അതിനകത്ത് എറർ ഒന്നും ഇല്ല എന്നുള്ളത് കൺസിഡർ ചെയ്യും. സപ്പോസ് അതിൽ വന്നിരിക്കുന്നത് ഓഡ് നമ്പർ ഓഫ് വൺസ് ആണെന്നുണ്ടെങ്കിൽ അത് എന്തായിട്ട് കൺസിഡർ ചെയ്യും, അതൊരു എറർ ഉള്ള ഡാറ്റ യൂണിറ്റ് ആയിരുന്നു എന്നായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ എറർ വന്നു കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് പ്രോസസ്സ് എന്നത് അതിന് ഒന്നുകിൽ റീട്രാൻസ്മിറ്റ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ എറർ കറക്ഷൻ മെത്തേഡിലോട്ട് സെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നീട് ഇവിടെ പറയേണ്ട കാര്യങ്ങൾ ഈവൺ പാരിറ്റി ചെക്കിങ്. നമ്മൾ പറഞ്ഞു ഇവിടെ ഈവൺ നമ്പർ ഓഫ് വൺസ് ഉണ്ടോ എന്നുള്ളതാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ പറയുന്ന വേറൊരു പേര് ഈവൺ പാരിറ്റി ചെക്കിങ്. പിന്നെ പറയുന്ന രണ്ട് കാര്യങ്ങളിൽ നിന്ന് ഒന്ന് ഈവൺ പാരിറ്റി എന്താണ്, ഓഡ് പാരിറ്റി എന്താണ്. നമ്പർ ഓഫ് വൺസ് ഈവൺ ആണെന്നുണ്ടെങ്കിൽ അതിന് ഈവൺ പാരിറ്റി എന്ന് പറയും. അതുപോലെ തന്നെ നമ്പർ ഓഫ് വൺസ് ഓഡ് ആണെന്നുണ്ടെങ്കിൽ അതിന് ഓഡ് പാരിറ്റി എന്നാണ് പറയുന്നത്. ഇനി ഈ പറഞ്ഞ കാര്യം നമുക്ക് അതിലൊരു ഡിസഡ്വാൻറ്റേജ് വരുന്നുണ്ട്. അതെന്താണെന്നുള്ളത് നമുക്കൊരു പ്രോബ്ലം വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു നമ്പറിൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ എന്തൊക്കെയാണ് അതിൽ ഡിസഡ്വാൻറ്റേജ് വരുന്നത്, അഡ്വാൻറ്റേജ് വരുന്നത് എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാം. ഇനി നമുക്ക് ഇത് എക്സാമ്പിൾ വെച്ചുകൊണ്ട് നോക്കാം. ഇവിടെ ഞാനൊരു ഡാറ്റ ഫ്രെയിം സെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സെൻഡറിൻ്റെ സൈഡിൽ ഡാറ്റ ഫ്രെയിമിലെ നമ്പർ ഓഫ് വൺസ് നോക്കി അതിൽ പാരിറ്റി ആഡ് ചെയ്തു. എന്നിട്ട് സെൻഡർ ആ ഒരു ഡാറ്റ ഫ്രെയിമിനെ സെൻഡ് ചെയ്തു ഇൻക്ലൂഡിങ് പാരിറ്റി ബിറ്റ്. റിസീവറിൻ്റെ എൻഡിൽ എത്തുമ്പോൾ റിസീവർ എന്ത് ചെയ്യും, ഈവൺ നമ്പർ ഓഫ് വൺസ് ആണോ നോക്കുന്നു. ഇവിടെ നോക്കുമ്പോൾ ഈവൺ നമ്പർ ഓഫ് വൺസ് ആണ്, സോ നോ എറർ. ഓക്കെ, അത് ക്ലിയർ ചെയ്തു. നെക്സ്റ്റ് ഡാറ്റ ഫ്രെയിം എടുക്കുന്ന സമയത്തും പാരിറ്റി 0 ആയിരുന്നു ആഡ് ചെയ്യേണ്ടിയിരുന്നത്. 0 ആഡ് ചെയ്തിട്ട് സെൻഡർ അത് സെൻഡ് ചെയ്തു. റിസീവിങ് എൻഡിൽ എത്തുന്ന സമയത്ത് നമ്പർ ഓഫ് വൺസ് ഈവൺ ആണ്, സോ അവിടെയും എറർ ഒന്നും ഇല്ല. അപ്പം എന്താണോ സെൻഡ് ചെയ്തത് അത് തന്നെയാണ് അവിടെ എത്തിയിട്ടുള്ളത്.
ഇനി അടുത്ത കേസിലോട്ട് നോക്കുന്ന സമയത്ത് ഡാറ്റ ഫ്രെയിം വന്നു, അതിൽ പാരിറ്റി ബിറ്റ് 1 ആഡ് ചെയ്തു, സെൻഡർ അത് സെൻഡ് ചെയ്തു. റിസീവിംഗ് എൻഡിലേക്ക് എത്തുമ്പോൾ ഒരു ബിറ്റിന് ഒരു കറപ്ഷൻ സംഭവിച്ചിട്ടുണ്ട്. അതായത് തേർഡ് ബിറ്റ് ഇവിടെ 1 ആയിരുന്നത് ഇവിടെ എത്തുമ്പോഴത്തേന് 0 ആയിട്ട് മാറിയിട്ടുണ്ട്. കറപ്റ്റഡ് ബിറ്റാണ് ഇവിടെ റിസീവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ റിസീവർ ഇവിടെ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമ്പർ ഓഫ് വൺസ് എന്ന് പറയുന്നത് ഇവിടെ ഓഡ് നമ്പറാണ്. അതുകൊണ്ട് തന്നെ റിസീവർ എന്തു പറയും, ഇവിടെ എറർ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് ഡിറ്റക്ട് ചെയ്യും. ഓക്കെ, ദെൻ നെക്സ്റ്റ് കേസ് നമുക്ക് നോക്കാം. ഇവിടെ ഒരു ഡാറ്റ ഫ്രെയിം സെൻഡ് ചെയ്തു, പാരിറ്റി ബിറ്റ് 1 അറ്റാച്ച് ചെയ്തിട്ട് സെൻഡർ സെൻഡ് ചെയ്തു. സെൻഡർ സെൻഡ് ചെയ്തിട്ട് ഇവിടെ നോക്കിയേ, നമ്മൾ സെൻഡ് ചെയ്ത ആ ഒരു ഡാറ്റ ഫ്രെയിം അല്ല റിസീവിങ് എൻഡിൽ എത്തിയിട്ടുണ്ട്. പക്ഷേ റിസീവറിൻ്റെ സൈഡിൽ നോക്കുമ്പോൾ നമ്പർ ഓഫ് വൺസ് ചെക്ക് ചെയ്യുമ്പോൾ ഇവിടെ എത്രയാണ് വന്നിരിക്കുന്നത്, ഇവിടെ ഈവൺ നമ്പർ ഓഫ് വൺസ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ റിസീവർ എന്ത് ചെയ്യും, റിസീവറിൻ്റെ ആ ഒരു കണ്ടീഷൻ അനുസരിച്ചിട്ട് അവിടെ എററൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് അവിടെ റിസീവർ റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ ഈ ഡാറ്റാസ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ എറർ സംഭവിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് എറർ സംഭവിച്ചിട്ടുള്ളത്, ഈ 2 സീറോസ്, ഇവിടെ 2 സീറോസ് ഉണ്ടായിരുന്നു, സെക്കൻഡ് ബിറ്റും അതുപോലെ തന്നെ തേർഡ് ഫോർത്ത് ഫിഫ്ത്ത് ബിറ്റ്, സെക്കൻഡ് ബിറ്റിലും ഫിഫ്ത്ത് ബിറ്റിലും ചേഞ്ച് വന്നിട്ടുണ്ടായിരുന്നു. അതവിടെ ഈ ഒരു റിസീവറിൻ്റെ എൻഡിൽ ഈ ഒരു മെത്തേഡ് വെച്ചുകൊണ്ട് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. ഇനി നെക്സ്റ്റ് കേസ് നോക്കിയാൽ ഇവിടെ നമ്മുടെ അതേ ഡാറ്റ തന്നെ പാരിറ്റി ബിറ്റ് 1 വെച്ചുകൊണ്ട് സെൻഡർ സെൻഡ് ചെയ്തു. ഇവിടേക്ക് എത്തുമ്പോഴത്തെ, അതായത് റിസീവിങ് എൻഡിനകത്തേക്ക് റിസീവ് ചെയ്യുന്ന സമയത്ത് ഇവിടെ 2 ബിറ്റുകൾ ഇൻ്റർചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതായത് ഈ 0-1 എന്നുള്ളത് 1-0 ആയിട്ടാണ് ഇവിടെ മാറിയിട്ടുള്ളത്. ഇവിടെ റിസീവർ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമ്പർ ഓഫ് വൺസ് എന്ന് പറയുന്നത് ഇവിടെ ഈവൺ ആണ്. അതുകൊണ്ട് തന്നെ അവിടെ പ്രത്യേകിച്ച് എററൊന്നും ഡിറ്റക്ട് ചെയ്യുന്നില്ല. റിസീവർ അതിന് എറർ ഇല്ല എന്നുള്ളതായിട്ടാണ് ഡിക്ലെയർ ചെയ്യുന്നത്. പക്ഷേ ആക്ച്വലി അവിടെ ഒരു എറർ സംഭവിച്ചു. സോ ഇവിടുത്തെ ഈ കേസ് 2 അല്ലെങ്കിൽ കേസ് 3 2 കേസസിലാണെന്നുണ്ടെങ്കിലും ഇവിടെ എറർ ഡിറ്റക്ട് ചെയ്യുന്നില്ല, റോങ് ആയിട്ടാണ് എറർ ഡിറ്റക്ഷൻ നടക്കുന്നത്. അപ്പോൾ ഈ ഒരു സിംഗിൾ പാരിറ്റി ചെക്ക് വെച്ചുകൊണ്ട് ഇതുപോലെയുള്ള എറേഴ്സിനെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നില്ല. എപ്പോഴാണ് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നത്, ഒരു ബിറ്റിനാണ് എറർ സംഭവിക്കുന്നുണ്ടെങ്കിൽ, അതായത് സിംഗിൾ ബിറ്റ് എറേഴ്സിൻ്റെ കേസിൽ അവിടെ എറർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു മെത്തേഡ് വളരെ ഈസി ആയിട്ട് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ ഇതുപോലെ ബിറ്റുകൾ തമ്മിൽ ഇൻ്റർചേഞ്ച് ചെയ്യുന്ന സമയത്തൊന്നും ഇതുപോലത്തെ എറേഴ്സ് കണ്ടുപിടിക്കാൻ ഈ ഒരു മെത്തേഡ് വെച്ചുകൊണ്ട് പറ്റുന്നില്ല. ഒന്ന് സിമ്പിളാണ്, വളരെ സിമ്പിളായിട്ടുള്ള ഒരു എറർ ചെക്കിംഗ് മെക്കാനിസമാണ് ഇതെന്ന് പറയുന്നത്. രണ്ടാമത്തത് സിംഗിൾ ബിറ്റ് എറേഴ്സ് കണ്ടുപിടിക്കാൻ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അത് രണ്ടും ഒരു അഡ്വാൻറ്റേജ് ആണെങ്കിൽ കൂടിയിട്ട് ഇവിടെ ഇതുപോലെ ബിറ്റ്സ് ഇൻ്റർചേഞ്ച് ചെയ്യുക അങ്ങനെയുള്ള സിറ്റുവേഷൻ എല്ലാം വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡ് വെച്ചുകൊണ്ട് നമുക്ക് എറർ ഡിറ്റക്ട് ചെയ്യാൻ പറ്റില്ല. അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിനൊന്നും കൂടി മോഡിഫൈ ചെയ്ത് വന്നിരിക്കുന്ന ഒരു പാരിറ്റി ചെക്കാണ് 2 ഡയമെൻഷണൽ പാരിറ്റി ചെക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. 2 ഡയമെൻഷണൽ പാരിറ്റി ചെക്കിംഗ് എന്ന് പറയുമ്പോൾ സിംഗിൾ പാരിറ്റി ചെക്കിംഗ് തന്നെയാണ് അവിടെ നടക്കുന്നത്, പക്ഷേ 2 തവണ നടക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് ഈ ഒരു മെത്തേഡ് വെച്ചുകൊണ്ട് നമുക്ക് കിട്ടുന്ന ബ്ലോക്ക് ഓഫ് ഡാറ്റയെ ഒരു ടേബിളിനകത്തേക്കാണ് അറേഞ്ച് ചെയ്യുന്നുണ്ടായിരുന്നത്. ദാറ്റ് മീൻസ് ഇവിടുത്തെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ പറയുന്നത്, ഇറ്റ് ഓർഗനൈസസ് ദ ഡാറ്റ ഇൻ ദി ഫോം ഓഫ് ടേബിൾ. അങ്ങനെ ഒരു ടേബിളിനകത്തേക്ക് ബ്ലോക്ക് ഓഫ് ഡാറ്റയെ അറേഞ്ച് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും ടേബിൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തുണ്ടാവും, റോസ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ കോളംസ് ഉണ്ടായിരിക്കും. സോ സെക്കൻഡ് സ്റ്റെപ്പ് എന്താ പറയുന്നത്, പാരിറ്റി ബിറ്റ്സ് ആർ കമ്പ്യൂട്ടഡ് ഫോർ ഈച്ച് റോ വിച്ച് ഇസ് ഇക്വാലന്റ് ടു ദി സിംഗിൾ പാരിറ്റി ചെക്ക്. നമ്മൾ സിംഗിൾ പാരിറ്റി ചെക്കിങ്ങിൽ ചെയ്യുന്നത് പോലെ തന്നെ റോ വൈസ് ഈ പറയുന്ന സിംഗിൾ പാരിറ്റി ചെക്കിങ് ചെയ്യും. ദെൻ അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യുന്നു, കോളം വൈസ് സിംഗിൾ പാരിറ്റി ചെക്ക്. റോ വൈസ് മാത്രമല്ല ചെയ്യുന്നത്, കോളം വൈസും പാരിറ്റി ചെക്കിംഗ് ചെയ്തിട്ടാണ് അവിടെ എറർ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നത്. എന്നിട്ട് ആ ഒരു ചെക്കിംഗ് വഴി കിട്ടുന്ന ആ ഒരു സ്ട്രീം ഓഫ് ബിറ്റ്സ് ആയിരിക്കും സെൻഡർ റിസീവറിലോട്ട് സെൻഡ് ചെയ്യുക. അപ്പോൾ ഓർക്കുക, നമ്മൾ ഈ ഒരു സെൻഡറിൽ നിന്ന് സെൻഡ് ചെയ്യുന്ന സമയത്ത് പാരിറ്റി ബിറ്റ്സ് എല്ലാം കൂട്ടിയിട്ടായിരിക്കും സെൻഡ് ചെയ്യുന്നത്. അത് നമുക്ക് ഈ ഒരു എക്സാമ്പിൾ വെച്ചുകൊണ്ട് ചെയ്തു നോക്കാം. ഇവിടെ ഒരു 4 ബ്ലോക്സ് ഓഫ് ബിറ്റ്സ് ആണ് വന്നിട്ടുള്ളത്. ഫസ്റ്റ് ബ്ലോക്കിനകത്ത് വന്നിരിക്കുന്നത് 5 ബിറ്റ്സ് ആണ്, സെക്കൻഡിലും 5 ബിറ്റ്സ്, തേർഡ് ഫോർത്ത് എല്ലാത്തിലും 5 ബിറ്റ്സ് വരുന്ന 4 ബ്ലോക്സ് ആണ് നമുക്ക് സെൻഡ് ചെയ്യേണ്ടുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ പറയുന്നത്, നമുക്കതിനെ എന്താക്കി മാറ്റണം, സെൻഡറിന്റെ സൈഡിൽ ആദ്യം അതിനെ ടേബിളിനകത്തേക്കായിരിക്കും റെപ്രസെന്റ് ചെയ്യുക. അപ്പോൾ ടേബിളിനകത്തേക്ക് റെപ്രസെന്റ് ചെയ്യുമ്പോൾ ഈ ഒരു ഡാറ്റ എങ്ങനെയായിരിക്കും ഇരിക്കുക, സോ ഫസ്റ്റ് സ്റ്റെപ്പ് ആയിട്ടുള്ള ടേബുലർ ഫോമിൽ നമ്മൾ ഈ ഡാറ്റയെ റെപ്രസെന്റ് ചെയ്തു. ഇനി നെക്സ്റ്റ് എന്താ പറയുന്നത്, റോ വൈസ് നമുക്ക് സിംഗിൾ പാരിറ്റി ചെക്കിംഗ് ചെയ്യണം. സോ ഈ ഒരു റോ എടുക്കുമ്പോൾ ഇവിടെ നമുക്ക് പാരിറ്റി ബിറ്റായിട്ട് 0 ആഡ് ചെയ്താൽ മതി. നമ്പർ ഓഫ് വൺസ് എന്ന് പറയുന്നത് ഈവൺ ആയത് കാരണം. സെക്കൻഡ് റോ എടുക്കുന്ന സമയത്തും 0 ഓക്കെയാണ്. തേർഡ് റോ എടുക്കുന്ന സമയത്ത് ഇവിടെ ഓഡ് നമ്പർ ഓഫ് വൺസ് ആയത് കാരണം നമുക്ക് 1 എന്നുള്ള പാരിറ്റി ബിറ്റ് വേണം ആഡ് ചെയ്യാൻ. ദെൻ
ഫോർത്ത് റോയിൽ എടുക്കുന്ന സമയത്തും ഓഡ് നമ്പർ ഓഫ് വൺസ് ആണ്. അപ്പം നമുക്ക് പാരിറ്റി ബിറ്റ് 1 ആഡ് ചെയ്യാം. അപ്പോൾ ഇത്രയും റോ വൈസുള്ള സിംഗിൾ പാരിറ്റി ചെക്കിങ് കഴിഞ്ഞു. ദെൻ അടുത്ത സ്റ്റെപ്പ് എന്താ പറയുന്നത്? കോളം വൈസ് സിംഗിൾ പാരിറ്റി ചെക്ക്. ഇനി ഈ ഒരു കോളം വൈസ് നോക്കുന്ന സമയത്ത് നമുക്കിവിടെ ഈവൺ നമ്പർ ഓഫ് വൺസ് ആണ് വന്നിട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ 0 എന്നുള്ള പാരിറ്റി ബിറ്റ് ചെയ്യാം. ദെൻ സെക്കൻഡ് കോളത്തിൽ നമുക്കിവിടെ 0, തേർഡ് കോളത്തിലോട്ട് പോകുമ്പോൾ ഇവിടെ ഓഡ് നമ്പർ ഓഫ് വൺസ് ആണ്. അതുകൊണ്ട് നമുക്ക് പാരിറ്റി ബിറ്റ് 1 ആഡ് ചെയ്യേണ്ടതായിട്ട് വന്നു. ദെൻ ഫോർത്തിൽ വരുമ്പോൾ ഈവൺ ആണ്, സോ 0 ആഡ് ചെയ്യാം. ഫിഫ്ത്തിലോട്ട് വരുന്ന സമയത്ത് ഓഡ് നമ്പർ ഓഫ് വൺസ് ആണ്. അതുകൊണ്ട് തന്നെ 1 എന്നുള്ള പാരിറ്റി ബിറ്റ്. ഇതിവിടെ കഴിയുന്നില്ല, ഇത് പാരിറ്റി ബിറ്റ്സ് മാത്രം വരുന്ന കോളം ആണെന്നുണ്ടെങ്കിലും നമുക്ക് ഇതിൻ്റെയും സിംഗിൾ പാരിറ്റി കോളം വൈസ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഈവൺ നമ്പർ ഓഫ് വൺസ് ആയത് കാരണം തന്നെ നമുക്കിവിടെ 0 എന്നുള്ള പാരിറ്റി ബിറ്റ് ആഡ് ചെയ്യാം. ഇനി ഈ ഒരു ഡാറ്റയാണ്, ഈ ഒരു സെറ്റ് ഓഫ് ബിറ്റ്സിനെയാണ് നമ്മൾ സെൻറ്ററിൽ നിന്നും സെൻഡ് ചെയ്യുന്നത്. ഇത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും, ഇതിനകത്ത് പാരിറ്റി ബിറ്റും വന്നിട്ടുണ്ട്, ഒറിജിനൽ ഡാറ്റയും വന്നിട്ടുണ്ട്. അപ്പം നമ്മളുടെ ഈ ഒരു ഡാറ്റ എന്തായിട്ട് മാറും? സോ ഇവിടെ നമ്മളുടെ സെൻറ്ററിൽ നിന്നും സെൻഡ് ചെയ്യുന്ന ഡാറ്റ ഇങ്ങനെയായിരിക്കും. ഫസ്റ്റ് നമുക്ക് സെൻഡ് ചെയ്യേണ്ടുന്നത് 4 ബ്ലോക്സ് ആയിരുന്നു. പക്ഷേ ഇവിടേക്ക് നമ്മൾ പാരിറ്റി ബിറ്റ്സ് എല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും ഇവിടെ നമ്മുടെ നമ്പർ ഓഫ് ബ്ലോക്സ് എന്നുള്ളത് 5 എണ്ണമായിട്ട് മാറി. 1 2 3 4 5 5 ബ്ലോക്സ് ആയിട്ട് മാറി. അതുപോലെ തന്നെ ഓരോ ബ്ലോക്കിനകത്തും എക്സ്ട്രാ ഒരു ബിറ്റും കൂടി ആഡ് ചെയ്ത്, അതായത് പാരിറ്റി ബിറ്റും കൂടി ആഡ് ചെയ്തിട്ടാണ് നമ്മൾ സെൻറ്ററിൽ നിന്നും ഡാറ്റ സെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ഡാറ്റ ഫ്രെയിംസ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റിസീവർ എന്ത് ചെയ്യും? റിസീവറും ഇതേ പ്രോസസ്സുകൾ, സെൻറ്ററിൽ എന്തെല്ലാം പ്രോസസ്സുകൾ നടന്നോ അതെല്ലാം തന്നെ റിസീവിൻ്റെ എൻഡിലും നടക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ റിസീവർ എന്ത് ചെയ്യും? ഫസ്റ്റ് ഈ വന്നിരിക്കുന്ന ഈ ഓരോ ബ്ലോക്ക് ഓഫ് ഡാറ്റയും എന്തിനകത്തേക്ക്, ടേബിളിനകത്തേക്ക് റെപ്രസെൻറ്റ് ചെയ്യും. അപ്പം നമ്മളുടെ ഈ ഒരു ബ്ലോക്ക് ഓഫ് ഡാറ്റ എന്ന് പറഞ്ഞത് എങ്ങനെയായിരിക്കും ഇരിക്കുന്നത് നോക്കാം. റിസീവർ അതിനെ ആദ്യം ടേബിളിലേക്ക് മാറ്റി അതിനുശേഷം രണ്ടാമത്തെ സ്റ്റെപ്പായിട്ട് റോ വൈസ് പാരിറ്റി ചെക്ക് ചെയ്യണം. പിന്നെ ഇവിടുത്തെ മെയിൻ എയിം എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു റോ വൈസും കോളം വൈസും പാരിറ്റി ചെക്ക് ചെയ്യുന്ന സമയത്ത് റിസൾട്ടായിട്ട് വരേണ്ടത് ഫുൾ സീറോസ് ആണ്. ആ സീറോസ് ആണെന്നുണ്ടെങ്കിൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എറർ ഒന്നും ഇല്ല. ഇനിയിപ്പോൾ 0 അല്ലാതെ എവിടെയെങ്കിലും ഒരു 1 വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അവിടെ എവിടെയോ ഒരു എറർ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പം നമുക്കിത് ചെയ്തു നോക്കാം. ഇതിന് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമുക്കിവിടെ റോ വൈസ് പാരിറ്റി സിംഗിൾ പാരിറ്റി ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഫസ്റ്റ് റോയിൽ കിട്ടുന്നത് എന്തായിരിക്കും? ഇവിടെ 0 ആഡ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇവിടെ ഫസ്റ്റ് റോ ചെയ്തു. സെക്കൻഡ് റോയിലോട്ട് വരുമ്പോൾ ഈവൺ നമ്പർ ഓഫ് വൺസ് ആണ്. അപ്പോൾ അവിടെയും പാരിറ്റി ആയിട്ട് 0 ആഡ് ചെയ്താൽ മതി. തേർഡ് റോയിലോട്ട് വരുന്ന സമയത്തും ഈവൺ നമ്പർ ഓഫ് വൺസ് ആണ്. ഫോർത്തിൽ ഈവൺ നമ്പർ ഓഫ് വൺസ് ആണ്. ഫിഫ്ത്തിലും ഈവൺ നമ്പർ ഓഫ് വൺസ് ആണ്. അതായത് റോ വൈസ് നമ്മൾ സിംഗിൾ പാരിറ്റി ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് സീറോസ് ആണ്. ഓക്കെ, ആ ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. ഇനി സെക്കൻഡ് കണ്ടീഷനും കൂടി സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ അവിടെ എറർ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് കൺഫേം ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ സെക്കൻഡ് സ്റ്റെപ്പ് എന്താ പറയുന്നത്? കോളം വൈസ് സിംഗിൾ പാരിറ്റി ചെക്ക്. കോളം വൈസ് നോക്കുന്ന സമയത്ത് ഈവൺ നമ്പർ ഓഫ് വൺസ് ആണ്. സോ ഇവിടെയും എറർ ഒന്നുമില്ല. ദെൻ സെക്കൻഡ് കോളം നോക്കുന്ന സമയത്ത് ഈവൺ നമ്പർ ഓഫ് വൺസ്, നമുക്ക് 0 എന്നുള്ള പാരിറ്റി ആഡ് ചെയ്യാം. ദെൻ തേർഡ് കോളത്തിലോട്ട് പോകുമ്പോഴും ഈവൺ നമ്പർ ഓഫ് വൺസ്, ഫോർത്തിൽ പോകുമ്പോൾ ഈവൺ നമ്പർ ഓഫ് വൺസ്, ഫിഫ്ത്തിൽ പോകുമ്പോൾ ഈവൺ നമ്പർ ഓഫ് വൺസ് ആണ്. ദെൻ സിക്സ്ത് കോളത്തിലും ഈവൺ നമ്പർ ഓഫ് വൺസ് ആണ്. ഈ ഒരു കോളം നോക്കുമ്പോഴും ഈവൺ നമ്പർ ഓഫ്, ഈ ഒരു കോളം നോക്കിയാലും ഇവിടെ നമുക്ക് 0 എന്നുള്ളതാണ് കൺസിഡർ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? ഫുൾ സീറോസ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സെൻഡ് ചെയ്ത ഡാറ്റ തന്നെയാണ് റിസീവറിൻ്റെ എൻഡിലും എത്തിയിരിക്കുന്നത്. ഇവിടെ എറർ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് 2 ഡയമെൻഷണൽ പാരിറ്റി ചെക്കും ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന സിംഗിൾ പാരിറ്റി ചെക്കും അതുപോലെ രണ്ടാമത് നമ്മൾ ഡിസ്കസ് ചെയ്ത 2 ഡയമെൻഷണൽ പാരിറ്റി ചെക്കും, ഇത് രണ്ടും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഓൺ നെക്സ്റ്റ് ക്ലാസ്. ബൈ.